ഹായ് ഫ്രണ്ട്സ്, ജൂലൈ 21 ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS, HSS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മറ്റു പാർട്ടുകൾ കാണാത്തവർ കാണുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുക. നമുക്ക് തുടങ്ങാം. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ രൂപീകൃതമായത് എന്നാണ്? 1971 ഒക്ടോബർ 1. ചന്ദ്രനിൽ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? മൗണ്ട് ലിബർട്ടിസ്. ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ഗലീലി. ചന്ദ്രൻ്റെ എത്ര ശതമാനം ഭാഗം ഭൂമിയിൽ നിന്നും ദൃശ്യമാണ്? 59%. ചന്ദ്രൻ്റെ ഉപരിതല പഠനം നടത്തുന്ന ശാസ്ത്രശാഖ? സെലനോഗ്രാഫി. സെലനോഗ്രാഫിയുടെ പിതാവ് ആരാണ്? ജോഹാൻ ഹെയ്ൻറിച്ച് വോൺ മാഡ്ലർ. ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുമായി ചാന്ദ്രോപരിതലത്തിൽ പതിച്ച ചാന്ദ്രയാനിലെ പേടകം ഏതാണ്? MIP മൂൺ ഇമ്പാക്റ്റ് പ്രോബ്. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ചാൾസ് ഡ്യൂക്ക്. 36 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണമെന്ത്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ്? റിഗോലിത്ത്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് പറയുന്ന പേര് എന്താണ്? പ്രശാന്ത സമുദ്രം. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര്? ബ്ലൂ മൂൺ. സൂപ്പർമൂൺ എന്നാൽ എന്താണ്? ചന്ദ്രൻ ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്ന ദിവസം. അമ്പിളിയമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്. പ്രശസ്തമായ ഈ വരികൾ ആരുടേത്? ONV കുറുപ്പ്. ചാന്ദ്രയാൻ 3ൻ്റെ ആകെ ചിലവ്? 600 കോടി. അപ്പോളോ 11 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ, USA. ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിൻ്റെ നിറം എന്താണ്? കറുപ്പ്. ബഹിരാകാശത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്നത്? യൂറി ഗഗാറിൻ. സൗരയൂഥം ഏത് ഗാലക്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ക്ഷീരപഥം. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണം? മൂൺ മിനറോളജി മാപ്പർ. ബഹിരാകാശ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? സന്തോഷ് ജോർജ് കുളങ്ങര. ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കിയ ആദ്യ ഭാരതീയ ശാസ്ത്രജ്ഞൻ? ആര്യഭടൻ. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം? കൽപ്പന 1. കൽപ്പന 1 എന്ന പേരിൽ പുനർനാമകരണം ചെയ്ത ഉപഗ്രഹം ഏത്? മെറ്റ്സാറ്റ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം ഏതാണ്? ഗാനിമീഡ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണിത്. ലോകത്തിലെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? എക്കോ. ചന്ദ്രൻ ഒരു വർഷം കൊണ്ട് ഭൂമിയെ എത്ര തവണ വലം വയ്ക്കും?
13 തവണ. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിൻ്റെ വാണിജ്യ സ്ഥാപനം ഏതാണ്? ആൻഡ്രിക്സ് കോർപ്പറേഷൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.